ഹായ് എവരിവൺ, ദിസ് ഇസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട്, അതായത് 3ാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേര് ഇൻസൈഡ് അവർ എർത്ത് എന്നാണ്. നമ്മളിതിനു മുമ്പുള്ള 2 വീഡിയോകളുണ്ട്, അത് കാണാത്തവർ അത് കാണണം. പിന്നെ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോക്ക് സൈക്കിൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ യു വിൽ ബി സർപ്രൈസ്ഡ് to know that one type of rock changes to another type. ഒരു തരത്തിലുള്ള റോക്ക് വേറെ തരത്തിലുള്ള കല്ലായിട്ട് മാറുന്നു. അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്, ചില കണ്ടീഷൻസിൽ ഹീറ്റും പ്രഷറും ഒക്കെ ആകുമ്പോൾ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് വൺ ടൈപ്പ് ഓഫ് റോക്ക് ചേഞ്ചസ് ഇൻ ടു അനദർ. അപ്പോൾ ആൻഡ് ദാറ്റ് ഗോസ് ഓൺ ഇൻ സൈക്ലിക്കൽ മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും ഒരു വേറൊരു റോക്കായി, അത് പിന്നെ തിരിച്ച് പിന്നെ അതേ റോക്കായി, അങ്ങനെ ഒരു സൈക്കിള് പോലെ, ഒരു ചക്രം പോലെ ആ റോക്കുകൾ ഒന്നിൽ നിന്ന് ഒരു തരത്തിൽ നിന്ന് വേറെ തരത്തിലായി, വേറെ തരത്തിൽ നിന്ന് വേറെ തരത്തിലായി, പിന്നെയും അതിൽ നിന്ന് ഏറ്റവും ആദ്യം ഏത് തരത്തിലായിരുന്നു അത് ആ തരത്തിൽ തന്നെ പിന്നെയും മാറ്റുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സൈക്കിൾ എന്ന് പറയുന്നത്, റോക്ക് സൈക്കിൾ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ദിസ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോക്ക് ഫ്രം വൺ to another is known as rock cycle. ഇങ്ങനെ ഒരു തരത്തിലുള്ള റോക്ക് മറ്റൊരു തരത്തിലാവുന്ന ആ ഒരു പ്രക്രിയ ഒരു സൈക്ലിക്കൽ മാനറിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മോൾട്ടൺ മാഗ്മ അത് ഇഗ്നിയസ് റോക്കായി മാറുന്നു. ഇഗ്നിയസ് റോക്ക് ചെറിയ ചെറിയ സെഡിമെൻറ്റ്സ് ആയി മാറുന്നു. അത് ബ്രേക്ക് ചെയ്ത് പിന്നെ ആ സെഡിമെൻ്ററി റോക്കായി മാറുന്നു. സെഡിമെൻ്ററി റോക്ക് മാഗ്മയായിട്ട് മാറാം, അല്ലെങ്കിൽ സെഡിമെൻ്ററി റോക്ക് മെറ്റമോർഫിക് റോക്കായിട്ട് മാറാം. ആ മെറ്റമോർഫിക് റോക്ക് പിന്നെയും മാഗ്മ ആയിട്ട് മാറാം. ആ മാഗ്മ പിന്നെയും ഇഗ്നിയസ് റോക്കായി മാറാം. അങ്ങനെ ഇതൊരു സൈക്കിൾ, കണ്ടിന്യൂസ് ആയിട്ട് റോക്ക് ഒരു തരത്തിൽ നിന്ന് വേറൊരു തരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെയാണ് പറയുന്നത് റോക്ക് സൈക്കിൾ എന്ന്. യു ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് വെൻ ദ മോൾട്ടൺ മാഗ്മ എന്ന് പറയുന്നത് ലാവ, എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മോൾട്ടൺ മാഗ്മ, അത് കൂളാകുമ്പോൾ ഇറ്റ് സോളിഡിഫൈസ്, സോളിഡ് രൂപത്തിലാവുന്നു, ടു ബിക്കം ഇഗ്നിയസ് റോക്ക്. എന്നിട്ടത് ഇഗ്നിയസ് റോക്കായി മാറുന്നു. അപ്പോൾ ഈ മോൾട്ടൺ മാഗ്മ പുറത്തു വന്ന് അത് സോളിഡായി അതൊരു ഇഗ്നിയസ് റോക്കായി മാറുന്നു. ദീസ് ഇഗ്നിയസ് റോക്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. അപ്പോൾ ആ ഇഗ്നിയസ് റോക്ക് റോൾ ചെയ്ത് മറ്റെന്തെങ്കിലും മുട്ടി അങ്ങനെ അത് ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിളായി മാറുന്നു, സ്മോൾ പാർട്ടിക്കിൾസായി മാറുന്നു. that are transported and deposited in another area. വേറൊരു ഏരിയയിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത്, അതായത് വെള്ളത്തിലൂടെയോ കാറ്റിലൂടെയൊക്കെ അത് സഞ്ചരിച്ച് വേറൊരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് അവിടെ അതിൻ്റെ മുകളിൽ പിന്നെയും പല പല ലെയർ വന്ന് അത് കംപ്രസ് ചെയ്ത് പ്രഷർ കൊടുത്ത് സെഡിമെൻ്ററി റോക്കായി മാറുന്നു. അപ്പം ഇഗ്നിയസ് റോക്ക് എവിടെ നിന്നാണ് വന്നത്? മോൾട്ടൺ മാഗ്മ കൂൾ ചെയ്ത് ഇഗ്നിയസ് റോക്കായി, ഇഗ്നിയസ് റോക്ക് പിന്നെ സെഡിമെൻ്ററി റോക്കായി. ഇപ്പോൾ ഇവിടെ കാണാം മാഗ്മ അത് കൂൾ ചെയ്ത് എന്തായി? ഇഗ്നിയസ് റോക്കായി. ഇഗ്നിയസ് റോക്ക് ബ്രേക്ക് ചെയ്ത് പിന്നെയും സെഡിമെൻറ്റ്സ് ആയി, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്. ആ സെഡിമെൻറ്റ്സ് ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടിയിട്ട് എന്തായി? പിന്നെ സെഡിമെൻ്ററി റോക്കായി മാറിയത്. അപ്പോൾ മാഗ്മ ഇഗ്നിയസ് റോക്കും, ഇഗ്നിയസ് സെഡിമെൻറ്റ്സ് പിന്നെ സെഡിമെൻ്ററി റോക്കുമായി മാറുന്നു. വെൻ ദി ഇഗ്നിയസ് ആൻഡ് സെഡിമെൻ്ററി റോക്സ്, ഇത് നിലയിൽ നമ്മൾ നോക്കിയായിരുന്നു. വെൻ ഇഗ്നിയസ് ആൻഡ് സെഡിമെൻ്ററി റോക്സ് ആർ സബ്ജക്റ്റഡ് ടു ഹീറ്റ് ആൻഡ് പ്രഷർ, ചൂടും പ്രഷറും വന്നു കഴിയുമ്പോൾ ദേ ചേഞ്ച് ടു മെറ്റമോർഫിക് റോക്സ്. മെറ്റമോർഫിക് എന്ന് പറയുന്നത് രൂപത്തിൽ ചേഞ്ച് വരുന്ന, അങ്ങനെ ചേഞ്ച് ആവുന്ന റോക്കിനെയാണ് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്കും സെഡിമെൻ്ററി റോക്കും പ്രഷറിലും ഹീറ്റിലും അത് മെറ്റമോർഫിക് റോക്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ സെഡിമെൻ്ററി റോക്സും ഇഗ്നിയസ് റോക്സും, അതും
ഹീറ്റും പ്രഷറിലും എന്തായിട്ട് മാറുന്നു? ഈ മെറ്റമോർഫിക് റോക്കായിട്ട് മാറുന്നു. ഓക്കെ, ദെൻ the metamorphic rocks which are still under great heat and pressure melt down to form molten magma. അപ്പോൾ ഈ മെറ്റമോർഫിക് റോക്ക് ഹീറ്റിലും പ്രഷറിലും മെൽറ്റ് ഡൗൺ ടു ഫോം മോൾട്ടൺ മാഗ്മ. ആ ലാവ മോൾട്ടൺ മാഗ്മ എന്തായിരുന്നു അതിലോട്ട് പിന്നെ ആ ഫോമിലോട്ട് പിന്നെയും മാറുന്നു. അപ്പോൾ ദിസ് മോൾട്ടൺ മാഗ്മ എഗെയിൻ ക്യാൻ കൂൾ ഡൗൺ ആൻഡ് സോളിഡിഫൈ ഇൻ ടു ഇഗ്നിയസ് റോക്ക്. ആ മോൾട്ടൺ മാഗ്മ പിന്നെയും കൂളായി സോളിഡായി ഇഗ്നിയസ് റോക്കായിട്ട് പിന്നെയും മാറുന്നു. അപ്പോൾ ഈ മെറ്റമോർഫിക് റോക്ക് പിന്നെയും ഹീറ്റും പ്രഷറും വന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? ഈ മോൾട്ടൺ മാഗ്മയായിട്ട് മാറുന്നു. ലാവ പോലുള്ള മോൾട്ടൺ മാഗ്മയായി മാറുന്നു. അത് പിന്നെയും ആ മോൾട്ടൺ മാഗ്മ പിന്നെയും കൂളായി സോളിഡായി പിന്നെയും റോക്കായിട്ട് മാറുന്നു. എന്ത് റോക്ക്? ഇഗ്നിയസ് റോക്ക്. ഇങ്ങനെ ഒരു സൈക്കിള് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ എന്താ പറയുക, ഈ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന റോക്കിൻ്റെ സൈക്കിളിനെ പറയുന്നു റോക്ക് സൈക്കിൾ എന്ന്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.